സമൂഹമാധ്യമങ്ങളിൽ വീഡിയോ പ്രചരിപ്പിച്ചതിനെ തുടർന്ന് കോഴിക്കോട് യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് വീട്ടിലെത്തി കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തി. കുടുംബം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു. മൊഴിയെടുക്കാൻ വന്ന പോലീസിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നത്. അതേസമയം മുൻ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള ദീപകിന്റെ വീട്ടിലെത്തി മാതാപിതാക്കളെ സന്ദർശിച്ചു. ആണായിട്ടും പെണ്ണായിട്ടും ഒരാളെ ഉള്ളൂ. ഈ വയസ്സുകാലത്തിന് ദീപകിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് വീട്ടിലെത്തിയ മെഡിക്കൽ കോളേജ് പോലീസ് കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തി. മൊഴിയെടുക്കാനെത്തിയ പോലീസിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. സംഭവം നടന്ന് ഇത്ര നേരമായിട്ടും പോലീസ് വീട്ടിലെത്തിയില്ലെന്ന് ആരോപിച്ചാണ് ബന്ധുക്കൾ പ്രതിഷേധമുയർത്തിയത്. കളക്ടർക്കടക്കം പരാതി നൽകിയതിനു ശേഷമാണ് പോലീസ് വീട്ടിലെത്തിയത്. അതേസമയം മുൻ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള വീട്ടിലെത്തി കുടുംബത്തെ കണ്ടു. ഇത് നടന്നിട്ട് വളരെ കൂളായിട്ട് ഒരു തൂങ്ങി മരണം എന്നുള്ള അസാധാരണമായ മരണം എന്നുള്ള ആ വകുപ്പ് മാത്രമാണ് മനം നൊന്ത് അദ്ദേഹം പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു. നിക്കക്കള്ളിയില്ലാതെ അവസാനം അദ്ദേഹം ആ കുട്ടി ആത്മഹത്യ ചെയ്യാനായിട്ട് തീരുമാനിച്ചായിട്ടല്ലേ സാമാന്യ ബുദ്ധിയുള്ള ഏറെ ആളുകളും മനുഷ്യകുലത്തിൽ പറഞ്ഞ ഏതാളും അനുമാനിക്കേണ്ടത്. എൻ്റെ സംശയം പത്രയ്ക്ക് ശേഷം ഇൻക്വസ്റ്റ് നടത്തിയപ്പോഴും ആ ഇൻക്വസ്റ്റ് ആണല്ലോ രണ്ടാമത്തെ നടപടി. ഇൻക്വസ്റ്റ് നടത്തിയപ്പോഴും ഈ കാര്യം മറച്ചു വച്ചിരിക്കുകയാണ്. ഈ നിമിഷം വരെയും 2 ദിവസമാകാൻ പോകുന്നു. ഈ നിമിഷം വരെയും ഈ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചു എന്ന കുറ്റം, ആ കുറ്റമല്ല പ്രധാനമായിട്ടുള്ളത്. ആ കുറ്റത്തിൻ്റെ പേരിൽ വകുപ്പ് ഈ നിമിഷം വരെയും ചേർത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പോലീസിന് അനാസ്ഥ സംഭവിച്ചിട്ടുണ്ടെന്നും നീതി ലഭിച്ചില്ലെങ്കിൽ ശക്തമായി പ്രതിഷേധിക്കുമെന്നും BJP ജില്ലാ പ്രസിഡന്റ് പ്രകാശ് ബാബു പറഞ്ഞു. ഇതൊരു ആത്മഹത്യാ പ്രേരണ മാത്രമല്ല, കൊലപാതകം തന്നെയാണ്. സൈബർ കോടതി വിധിച്ച കൊലപാതകമാണ്. അതുകൊണ്ട് പോലീസിന്റെ ഭാഗത്തു നിന്നെങ്കിലും ഞങ്ങൾ നീതി പ്രതീക്ഷിച്ചു. ആ നീതിയും ഇപ്പോൾ വളരെ വൈകിട്ടാണ് ലഭിക്കുമെന്ന് ഇപ്പോഴും പ്രതീക്ഷയില്ല. അതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥരോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് തന്നെ ഇക്കാര്യത്തിൽ നിങ്ങൾ FIR ഇട്ടു എന്ന് പറയുന്ന അസ്വാഭാവിക മരണമാണ്. അൺനാച്ചുറൽ ഡെത്തിന് അത് ആര് തൂങ്ങി മരിച്ചാലും വിഷം കഴിച്ചു മരിച്ചാലും ഒക്കെ അത് നിങ്ങൾ FIR ഇടും. പക്ഷേ ഈ വിചാരണ നടത്തി കൊലപ്പെടുത്തിയിട്ടുള്ള ആ കൊലപാതകിക്കെതിരെ ഉടൻ തന്നെ നിയമ നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ നിയമം കയ്യിലെടുക്കേണ്ടി വരും, കമ്മീഷണർ ഓഫീസിലേക്ക് വരേണ്ടി വരും. അതിന് ദയവ് ചെയ്ത് പോലീസ് അധികാരികൾ അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കരുത്. അതേ ഇപ്പോൾ പറയാനുള്ളൂ. പോലീസിന് പുറമെ മനുഷ്യാവകാശ കമ്മീഷനും മുഖ്യമന്ത്രിക്കും DGPക്കും കുടുംബം പരാതി നൽകി. ദീപക് ബസ്സിൽ വെച്ച് യുവതിക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയെന്ന് ആരോപിച്ച് യുവതി ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിന് പിന്നാലെയാണ് ദീപക് ആത്മഹത്യ ചെയ്തത്. ദൃശ്യം പ്രചരിപ്പിച്ച യുവതിക്കെതിരെ ശക്തമായ നടപടി വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. തങ്ങൾക്ക് നീതി ലഭിക്കണമെന്ന് കുടുംബം ജനം TVയോട് പറയുകയും ചെയ്തിരുന്നു. അത് അങ്ങനെ മോനെ വളർത്തി കൊണ്ടുവന്നാണ്. അവൻ ഞങ്ങളെ അങ്ങനെ കൊണ്ടുവന്നതാണ്. ഈ നിലയ്ക്ക് എത്തിച്ച് ഞങ്ങളെ ഇതായി. ഇപ്പം ഞാൻ നല്ലൊരു ഭാവിയാണ് അവൻ്റെ ഇതിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് അതിലെന്ത് ഇതുണ്ട് നടപടി എടുത്തിട്ട് അതിൽ നല്ല നിലക്ക് അതിനെ മുന്നോട്ട് പോകാനുള്ള ഇതാക്കണം. അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. സംഭവം വാർത്തയായതോടെ വലിയ പ്രതിഷേധമാണ് യുവതിക്ക് നേരെ ഉയരുന്നത്. രാഹുൽ ഈശ്വർ അടക്കമുള്ളവർ മുഖ്യമന്ത്രിക്ക് നടപടി ആവശ്യപ്പെട്ട പരാതി നൽകി. പ്രതിഷേധവുമായി BJPയും യുവമോർച്ചയും രംഗത്തെത്തി. ജനം, കോഴിക്കോട്.